ഞാൻ എൻ്റെ എല്ലാ വീഡിയോയുടെ എൻഡിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയുടെ ഇടയിൽ വന്ന ഒരു കമൻറ്റാണ്, പോപ്പർ ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചു. ഈ പോപ്പർ എന്ന് പറയുമ്പോൾ പാർട്ടി പോപ്പർ തന്നെയാണല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ബലൂൺ എടുക്കുക. ആ ബലൂണിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ബലൂൺ അത്യാവശ്യം കട്ടിയുള്ള ബലൂൺ ആട്ടോ. ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലത്തെ റൗണ്ട് പീസ് സെറ്റാക്കി എടുക്കുക. ആ റൗണ്ട് പീസിലേക്ക് നമ്മുടെ ബലൂണിൻ്റെ മേൽവശം അഥവാ അതിൻ്റെ വായുടെ വശം ഒരു മിഡിൽ പോർഷനിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എടാ, ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് കട്ടിയുള്ള ബലൂൺ ആയതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് വലിച്ചൊന്നും പോകില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെലോ ടേപ്പ് എടുത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കും. ഞാനിതിപ്പോൾ അത് ചുറ്റി വന്നപ്പോൾ നല്ലൊരു സുഖമുള്ളതുകൊണ്ട് ചുമ്മാ അങ്ങ് ചുറ്റി വിട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചുറ്റുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ, കളർ പേപ്പർ ആണെങ്കിലും വൈറ്റ് പേപ്പർ ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കും. പോപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാൻ ഒരു അഴകൊക്കെ വേണമല്ലോ. പിന്നെ ഇതിൻ്റെ താഴെയും മേളിലായിട്ട് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ മുറിച്ച് വെച്ച ആ ഒരു സ്ട്രൈപ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിലെ കുറച്ച് കലാവിരുദ്ധം ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബലൂണിൻ്റെ വാവശം അകത്തേക്കും തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പോപ്പറിന് വേണ്ടിയിട്ടുള്ള കട്ട് പീസസ് ഇടുമ്പോൾ അതവിടെ തങ്ങി നിൽക്കണം, താഴെ പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ പറയിൽ നെല്ലൊക്കെ നിറയ്ക്കും പോലെ അങ്ങ് നിറച്ച് കൊടുക്കുക. നമ്മുടെ കട്ട് പീസസ് ഫുള്ള് നിറച്ച് കൊടുക്കുക. എത്രത്തോളം കട്ട് പീസസ് ഉണ്ടോ അത്രത്തോളം ഭംഗിയായിരിക്കും അത് പൊട്ടുമ്പോൾ കാണാൻ. അപ്പം നമ്മുടെ പോപ്പർ വർക്കാവോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.